നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾക്ക് എന്തെങ്കിലും എതിർത്ത് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഷെയർ ഹോൾഡർമാരെ നമ്മൾ കണ്ടുപിടിച്ച് സംസാരിച്ച് നമ്മുടെ പക്ഷത്താക്കണം. അതെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. സനുവും നവ്യയും കൂടി അവരെ കാണുകയും സംസാരിക്കാൻ മറ്റേ ചെയ്താൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും. അതിന് നമ്മുടെ പ്ലാൻസ് ആ വഴിക്കാണെന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ നല്ലത്. പക്ഷെ അവൾക്കത് മനസ്സിലാവാനേ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഇവിടെ ചുവടുകൾക്ക് പോലും ശരിയാ. അതാ ഈ വീടിന്റെ പ്രത്യേകത. ഇനി ഒട്ടും വൈകില്ല. വരാൻ പോകുന്ന ആനുവൽ ജനറൽ ബോഡിക്ക് ഗിരിധർ നമ്പ്യാർ കമ്പനിക്കുള്ളിൽ ഒന്നുമല്ലാതാവണം. അവൻ വെറും കൈയോടെ അവിടുന്ന് പടിയിറങ്ങണം. അതിനുവേണ്ട ചരടുവലികൾ നമ്മൾ ഇപ്പോഴേ നടത്തിയിരിക്കും. നമ്മുടെ ബോർഡ് മെമ്പേഴ്സിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കാം. ഉടനെ തന്നെ അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അധികം നീണ്ടുപോണ്ട. മീറ്റിംഗ് നാളെ തന്നെ അറേഞ്ച് ചെയ്യാം. ഗൗരി ചായ ഇടാനുള്ള പുറപ്പാടായിരിക്കും. അതെ. ഗൗരിക്ക് എന്താ എന്റെ മുഖത്ത് നോക്കാൻ ഒരു മടി? കുഞ്ഞെ, എന്നോടൊന്നും തോന്നരുത്. അന്ന് പോലീസ് വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഞാൻ വല്ലാണ്ട് പേടിച്ചുപോയി. അവരെല്ലാരും കൂടി അങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ. അയ്യോ വേണ്ട, എനിക്കിനി അതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ല. ചായ ഞാൻ ഇട്ടോളാം, ഗൗരി മാറിക്കോ. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ ചായ ഇടാം. വേണ്ടെന്നല്ല പറഞ്ഞേ, അത് മാറുന്നേ. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ ഒരിക്കൽ തെളിഞ്ഞതാ. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ ഞാനും ഗിരി എന്ത് വിശ്വസിച്ചാ കുടിക്കേണ്ടത്? വലുതൊക്കെ ചെയ്തു കൂട്ടിട്ട് കൈയോടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അയ്യോ കുഞ്ഞേ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങ് തടിയൂരാലോ. അനുഭവിക്കേണ്ടത് ബാക്കിയുള്ളവരാണല്ലോ. ഇനി ആർക്കാന്ന് വെച്ചാ കൊണ്ട് കൊടുത്തു. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് മോളെ. ഇന്ന് നീ നേരത്തെ എഴുന്നേറ്റോ? നേരത്തെയോ? മണി 7:30 ആയില്ലേ? അമ്മ എന്നെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. ഇതാണ് നമ്മുടെ ഗൗരി ചേച്ചിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇന്നെന്താ ഗൗരി, തവി മാറിപ്പോയോ? ചായ നന്നായിട്ടുണ്ടല്ലോ. നേരാ, ഇത് എന്റെ വീട്ടില് അമ്മ ഉണ്ടാക്കുന്ന ചായ പോലെയുണ്ട്. ചായ ഞാനുണ്ടാക്കിയതല്ല, പിന്നെ സുമിത കുഞ്ഞുണ്ടാക്കിയതാ. നിന്നെ എന്തിനാ ഇവിടെ ശമ്പളം തന്നു വെച്ചിരിക്കുന്നേ? അടുക്കള കയറി നിനക്ക് ചായ ഇട്ടാ എന്തായിരുന്നു കുഴപ്പം? സത്യമായിട്ടും ചായ ഞാൻ ഇട്ടോളാന്ന് പലവട്ടം പറഞ്ഞതാ. പക്ഷേ ഞാനുണ്ടാക്കിയാൽ അത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി സുമിത കുഞ്ഞ് തന്നെ. അപ്പൊ അവരുണ്ടാക്കി തരുന്നത് നമ്മൾ വിശ്വസിച്ച് കുടിക്കണം എന്നാണോ? ഒന്ന് പോടി എന്റെ മുമ്പിൽ നിന്ന്. അച്ഛമ്മേ, ഓ നല്ല ചൂട്. ഇതൊന്നും അവിടെ വെച്ചേ, ഇച്ചിരി തണുത്തിട്ട് കുടിക്കാം. ഇത്രയും ചൂട് എനിക്ക് പറ്റില്ല മോളെ. ഗിരിക്കും ഇത് തന്നെ ശീലം.
വെച്ച് തണുപ്പിച്ചിട്ടേ കുടിക്കുള്ളൂ. എനിക്ക് പക്ഷെ ചൂട് ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കണം. എന്നിട്ട് നീ അവന് കൊടുത്തോ? ഗിരി കുളിക്കാച്ചമ്മേ. ചായ ഞാൻ മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ട് പോകുന്നു. കുളിച്ചിട്ട് വരുമ്പോ ഗിരിയുടെ ഭാഗത്തിന് തണുത്തുണ്ടാവും. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയെടുക്കാൻ പോകുന്നേ? അടുക്കള നോക്കാൻ ഞങ്ങൾ ശമ്പളം കൊടുത്ത് സെർവന്റിനെ നിർത്തിയിട്ടുണ്ട്. ഇനി അടുക്കള കയറി നിങ്ങൾക്ക് ഭരിച്ചാലേ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാൻ നിങ്ങൾ വരണ്ട, മനസ്സിലായോ? മോളെ നന്ദു, ഇവൾ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നെങ്കിൽ അത് നന്നായി എന്നല്ലേ കരുതേണ്ടത്? ഇവിടെ ആരെങ്കിലും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചോ? ഇത് ഞാനും ഇവരും തമ്മിലുള്ള പ്രശ്നം. നിങ്ങൾ ഇടപെടാൻ വരണ്ട. നന്ദു, എന്നോട് നീ കത്തിക്കേറുന്നിരിക്കട്ടെ, പക്ഷെ പ്രായത്തിന് മൂത്തവരോട് സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണേ. എനിക്കിവിടെ ആരോടൊന്നും സംസാരിക്കാൻ ഒരാഗ്രഹവും ഇല്ല. ദൈവത്തോർത്ത് നിങ്ങളുടെ കൈ തുറന്ന പച്ച വെള്ളം പോലും എനിക്ക് കഴിക്കാൻ തരല്ലേ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ 10-22 വർഷം അമ്മ ഉണ്ടാക്കി തന്നതിനേക്കാളേറെ എന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി തന്നെയാണ് നീ കഴിച്ചിട്ടുള്ളത്. പഴങ്കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സുമതേച്ചല്ല ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. നടക്കുന്ന വഴിയിൽ എണ്ണ ഒഴിച്ച് എന്നെ വീഴ്ത്താൻ ശ്രമിച്ചു. ഗർഭ അലസിപ്പിക്കാനുള്ള ഗുളികൾ തന്നുമൊക്കെ എങ്ങനെങ്കിലും ഒക്കെ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന സ്ത്രീയാണ് നിങ്ങളിപ്പോ. നന്ദു, ഇന്ന് രാവിലെ നിങ്ങൾ അടുക്കളയിൽ കയറി ചായ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിലെന്താ കലക്കിയത് അത് പറ. പറയാൻ നിന്റെ അധിക പ്രസംഗം അങ്ങനെ ചെയ്യാനേ നിന്റെ നട്ടലില്ലാത്ത കെട്ടിയോന്റെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിന്റെ അമ്മായിയമ്മയുടെയും ചോരയല്ല എന്നെ ഞരമ്പിൽ ഒഴുകുന്നത്. ഇനി ഇടപെടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മേലിൽ ഇവൾക്ക് നേരെ നീ കൈ ഉയർത്തിയാൽ ആ കൈ ഞാൻ വെട്ടിക്കളയും, ഓർത്തോ? പോടി എന്റെ മുന്നിൽ നിന്ന്. മോളെ മോളെ, സാരമില്ല മോളെ, സാരമില്ല. കരയാതെ കരയാതെ കുട്ടി, കരയാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.